മെൻസസിൻ്റെ സമയത്ത് വേദന മാത്രമല്ല, ഞങ്ങൾ കൺസീവ് ആവാൻ 2 വർഷമായി 3 വർഷമായി ശ്രമിക്കുന്നു, പ്രഗ്നൻസി നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് ഉണ്ട്. ഡിസ്മെനോറിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, അതായത് നിങ്ങൾക്ക് പീരിയഡ്സിൻ്റെ സമയത്ത് വേദന ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എൻഡോമെട്രിയോസിസ്. അതുപോലെ തന്നെ 20% സ്ത്രീ വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ഒരു അസുഖമാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. എന്താണ് എൻഡോമെട്രിയോസിസ്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഷ്മിത സജിൻ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടന്റ്, ഒലി ഹോമിയോപ്പതി ക്ലിനിക്, കീഴ്ശ്ശേരി, മലപ്പുറം ജില്ല. എൻഡോമെട്രിയം എന്നത് നമ്മുടെ ഗർഭപാത്രത്തിന് ഉള്ളിലുള്ള ഭിത്തിയെ കവർ ചെയ്തുകൊണ്ടിട്ടുള്ള വളരെ തിന്നായിട്ട്, അതായത് വളരെ കനം കുറഞ്ഞ ഒരു ലെയറാണ്. സാധാരണഗതിയിൽ ഒരു മെൻസ്ട്രൽ സൈക്കിളിനുള്ളിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നടക്കുന്ന ഹോർമോണൽ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ഈ എൻഡോമെട്രിയത്തിന്റെ കട്ടി കൂടി വരികയും ഗർഭപാത്രം ഓരോ മാസവും ഒരു പ്രഗ്നൻസിക്ക് പ്രിപ്പയർ ആയിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രഗ്നൻസി, അതായത് ഗർഭധാരണം നടക്കാത്ത സാഹചര്യത്തിൽ ഈ എൻഡോമെട്രിയവും കുറച്ച് മ്യൂക്കസും ബ്ലഡ് എല്ലാം കൂടെ ഷെഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ മെൻസസ് അഥവാ ആർത്തവം എന്ന് പറയുന്നത്. എന്നാൽ എൻഡോമെട്രിയോസിസ് എന്ന കണ്ടീഷനിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ വളരേണ്ട എൻഡോമെട്രിയൽ ടിഷ്യൂ, അതായത് എൻഡോമെട്രിയത്തിന്റെ കോശങ്ങൾ ഗർഭപാത്രത്തിന് പുറമെ മറ്റ് ഭാഗങ്ങളിൽ അസാധാരണമായ ഗതിയിൽ വളരുന്നതിനെയാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞു, മെൻസസിന്റെ സമയത്ത് എൻഡോമെട്രിയം ഷെഡ് ആവും. യൂട്രസിനുള്ളിലുള്ള എൻഡോമെട്രിയം ഇത്തരം ഹോർമോണുകൾക്കനുസരിച്ച് ഷെഡ് ആവുന്ന സമയത്ത് ബ്ലഡ് ആയിട്ട് നമുക്ക് സെർവിക്സ് വജൈന, അതായത് നമ്മുടെ യോനി ഭാഗത്തൂടെ പുറത്തോട്ട് പോകാനുള്ള ഒരു വഴിയുണ്ട്. എന്നാൽ യൂട്രസിന് പുറത്ത് വളരുന്ന എൻഡോമെട്രിയൽ കോശങ്ങളും ഈ പീരിയഡ്സിന്റെ സമയത്ത് ഇതുപോലെ ബ്ലീഡിങ്ങും പെയിനും ഒക്കെ ഉണ്ടാക്കും. ഇത്തരത്തിൽ ഓവറിയിലോ ഫലോപ്പിയൻ ട്യൂബിലോ ഒക്കെ വളരുന്ന ഈ കോശങ്ങൾ ഉണ്ടാക്കുന്ന ബ്ലീഡിങ്ങിന് പുറത്തോട്ട് പോകാനുള്ള, അല്ലെങ്കിൽ പുറത്തോട്ട് എസ്കേപ്പ് ചെയ്ത് പോകാനുള്ള ഒരു വഴി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ബ്ലഡ് അവിടെ കെട്ടിക്കിടക്കുകയും ക്ലോട്ട് പോലെയോ അല്ലെങ്കിൽ സ്കാർ ടിഷ്യൂ ഉണ്ടാവുകയും അതവിടെ അഡ്ഹഷൻസ് ഉണ്ടാക്കുകയും ചെയ്യും. അതായത് യൂട്രസും ഓവറിയൊക്കെ തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ, അല്ലെങ്കിൽ മറ്റ് അവയവങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാനൊക്കെ കാരണമാവുകയും ഇത് പിന്നീട് വന്ധ്യത പോലുള്ള കണ്ടീഷൻസിലോട്ടും വളരെ വേദനയേറിയ ഒരു കണ്ടീഷൻസിലോട്ട് നയിക്കാം. എന്തുകൊണ്ടാണ് എൻഡോമെട്രിയോസിസ് ഉണ്ടാവുന്നത് എന്നതിനൊരു ക്ലിയർ കട്ട് റീസൺ ഒന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിലും പല തിയറീസും ഇതിന് കാരണമാവാം എന്ന് പ്രപ്പോസൽസ് വരുന്നുണ്ട്. മെയിൻലി എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് ഒരു ഈസ്ട്രജൻ റിലേറ്റഡ് ബിനൈൻ ഡിസീസ് ആണ്. അതായത് സ്ത്രീകളുടെ ശരീരത്തിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് പീരീഡ്, അതായത് 15 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ആർത്തവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രോജൻ എന്ന് പറയുന്നത്. ഈ ഒരു ഈസ്ട്രോജനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു അസുഖമാണ് ഇത്. ഇതിന്റെ കാരണങ്ങളിൽ ഏറ്റവും സ്വീകാര്യമായ ഒരു തിയറി പറയുന്നതെന്ന് വെച്ചാൽ റിട്രോഗ്രേഡ് മെൻസ്ട്രേഷൻ തിയറി എന്ന് പറയും. അതായത് നമുക്ക് നോർമലി പീരിയഡ്സ് ആവുന്ന സമയത്ത് എൻഡോമെട്രിയം ഷെഡ് ചെയ്തിട്ട് യോനി ഭാഗം വഴി പുറത്തോട്ട് പോകും എന്ന് പറഞ്ഞു. എന്നാൽ ചിലരിൽ ഇതിലെ ചില കോശങ്ങൾ താഴോട്ട് പോകുന്നതിന് പകരം മുകളിലോട്ട് കയറി, അതായത് ഫലോപ്പിയൻ ട്യൂബ്, നിങ്ങളുടെ അണ്ടവാഹിനി കുഴലുകൾ വഴി നമ്മുടെ പെൽവിക് ഏരിയയിലോട്ട് എത്തി, അതായത് നമ്മുടെ അടിവയറിന്റെ മറ്റ് ഭാഗങ്ങളിലോട്ട് എത്തുകയും അത് പോയി ഓവറിയിലോ അണ്ടാശയത്തിലോ അണ്ടവാഹിനി കുഴലുകളിലോ മലാശയത്തിലോ മൂത്രാശയത്തിലോ ഒക്കെ പോയി ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ ഇത്തരത്തിൽ ഗ്രോത്ത് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഒരു കാരണമായി പറയുന്നത്. രണ്ടാമത്തെ കാരണമായി പറയുന്നത് സ്കാർ എൻഡോമെട്രിയോസിസ് എന്ന് പറയും. അതായത് മുൻപ് നമ്മുടെ വയറിന്റെ ഭാഗങ്ങളിലായിട്ട് നടന്നിട്ടുള്ള എന്തെങ്കിലും സർജറികൾ, അത് സിസേറിയൻ സെക്ഷൻ ആവാം, അല്ലെങ്കിൽ ഹെർണിയക്ക് വേണ്ടിയിട്ടോ അപ്പൻഡിസൈറ്റിസിന് വേണ്ടിയിട്ട് അതുപോലുള്ള ഓപ്പറേഷനിങ് നടക്കുന്ന സമയത്ത് എവിടെയാണോ ഇൻസിഷൻ ഉണ്ടാക്കിയത്, അതായത് എവിടെയാണോ ആ കീറൽ ഉണ്ടാക്കിയത്, ആ ലൊക്കേഷന് അനുബന്ധിച്ചും അവിടെ എൻഡോമെട്രിയൽ ടിഷ്യൂസ് ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മൂന്നാമതായി പറയുന്നത് ജെനറ്റിക്കൽ പ്രീഡിസ്പോസിഷൻ ആണ്. അതായത് ഫാമിലിയിൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന്, നമ്മുടെ അമ്മയ്ക്കോ സിസ്റ്റേഴ്സിനോ ആർക്കെങ്കിലും ഒക്കെ എൻഡോമെട്രിയോസിസിന്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്കും അത് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞു, ഇതൊരു ഈസ്ട്രോജൻ ഡിപ്പെൻഡൻ്റ് ആണ്. ഈസ്ട്രോജനുമായിട്ട് നമ്മുടെ ശരീരത്തിന് കൂടുതൽ എക്സ്പോഷർ വരുന്ന കാലയളവിലാണ് എൻഡോമെട്രിയോസിസും അധികമായി കണ്ടുവരുന്നത്. അതായത് ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പോ ആർത്തവ വിരാമമായി കഴിഞ്ഞ സ്ത്രീകളിലോ എൻഡോമെട്രിയോസിസ് കാണുന്നത് വളരെ കുറവാണ്. അതുപോലെ തന്നെ എൻഡോമെട്രിയോസിസ് ഉള്ള പേഷ്യൻസിൽ പോലും ആർത്തവ വിരാമമായി കഴിഞ്ഞാൽ ഈ ലീഷൻസ് ചുരുങ്ങി പോകുന്നതായിട്ടും, പ്രഗ്നൻസിയുടെ സമയത്ത് അതുപോലെ ഈസ്ട്രോജനേക്കാൾ കമ്പാരിറ്റീവ്ലി പ്രൊജസ്ട്രോൺ ഹോർമോൺ ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഉണ്ടാവുക. ആ സമയത്തും എൻഡോമെട്രിയോസിസിന് ചെറിയ രീതിക്കുള്ള മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ യൂട്രസിനോ സെർവിക്സിനോ ഒക്കെ ഉണ്ടാവുന്ന ചെറിയ ജന്മനാലുള്ള തകരാറുകൾ കാരണമോ, റിട്രോവേർട്ടഡ് പൊസിഷൻ എന്ന് പറയും, യൂട്രസിന്റെ നോർമൽ പൊസിഷനിൽ മാറിയുള്ള പൊസിഷൻ കാരണവും, പിന്നെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് മെൻസ്ട്രൽ സൈക്കിൾ വരുന്ന, അതായത് 15 ദിവസം കൂടുമ്പോൾ 21 ദിവസം കൂടുമ്പോൾ പെട്ടെന്ന് പീരിയഡ്സ് ആവുന്നവരുണ്ട്, അവർക്കൊക്കെ ഈ ഈസ്ട്രോജനോടുള്ള എക്സ്പോഷർ കൂടുതലായിരിക്കും. അത്തരം ആൾക്കാരിലും എൻഡോമെട്രിയോസിസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് കണക്കുകൾ പറയുന്നുണ്ട്.
ഇനി എൻഡോമെട്രിയോസിസ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? എന്തൊക്കെയാണ് എൻഡോമെട്രിയോസിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കുകയാണെങ്കിൽ, ഏറ്റവും ഫസ്റ്റ് പറയുന്ന ലക്ഷണം എന്ന് പറയുന്നത് അസഹനീയമായ വേദന തന്നെയാണ്. കോമൺ ആയിട്ട് ആൾക്കാരിൽ കണ്ടുവരുന്നത് മെൻസ്ട്രൽ സമയത്ത് ഉണ്ടാവുന്ന വേദനകളാണ്. പിന്നെ എൻഡോമെട്രിയോസിസ് എവിടെയാണ് ഉണ്ടായിരുന്നെന്നുള്ള ലൊക്കേഷൻ അനുസരിച്ചും അത് കുറച്ച് ഡീപ്പായിട്ടാണെങ്കിൽ വേദനയും കാര്യങ്ങളും കൂടുതലായിരിക്കും. പിന്നെ ഈ കാലം കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ വേദനയും ബുദ്ധിമുട്ടുകളും കൂടുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു 2-3 ദിവസം മുമ്പ് തന്നെ വേദന തുടങ്ങുക, എന്നിട്ട് ആ ഒരു ഫ്ലോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും വേദന കൂടി വരിക, പീരീഡ്സ് നിന്ന ശേഷം ഗ്രാജുവലി ഇത് കുറഞ്ഞ് നോർമലായി വരുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ പേഷ്യൻസിൽ കണ്ടുവരുന്നത്. ഈ വേദനയുടെ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ പേഷ്യൻസിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഏത് ടൈപ്പ് ഓഫ് വേദനയാണെന്നൊക്കെ ഉള്ളത് പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് വാരി ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഡൾ ഏക്കിങ്, ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വേദന മുതൽ കൊളുത്തിപ്പിടിച്ച് വലിച്ചു മുറുക്കുന്ന രീതിയിലുള്ള വേദന സഹിക്കാൻ പറ്റാത്ത പേഷ്യൻ്റ് ബെൻഡ് ചെയ്ത് പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ നമ്മൾ എൻഡോമെട്രിയോസിസ് പേഷ്യൻസിൽ കാണാറുണ്ട്. മെൻസസ് പെയിനിൻ്റെ കൂടെ തന്നെ പുറം വേദനയും അല്ലെങ്കിൽ ആ വേദന റേഡിയേറ്റ് ചെയ്ത് കാലിലോട്ടൊക്കെ പോകുന്നതായിട്ടും ചില പേഷ്യൻസിൽ ഉണ്ടാവാറുണ്ട്. അതായത് നോർമലി ഉള്ള എൻഡോമെട്രിയൽ ടിഷ്യൂസിൻ്റെ കൂടെ തന്നെ പുറത്തുള്ള എൻഡോമെട്രിയൽ ടിഷ്യൂകളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രോസ്റ്റോഗ്ലാൻഡിൻ എന്ന ഹോർമോണുകൾക്ക് അനുപാതികമായി സങ്കോച വികാസം നടക്കുന്നതാണ് ഇത്തരത്തിൽ വേദനയ്ക്ക് കാരണമാകുന്നത്. എന്നാൽ എല്ലാ ഡിസ്മെനോറിയയും, അതായത് പീരിയഡ്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന എല്ലാ വേദനകളും എൻഡോമെട്രിയോസിസ് കാരണമായിരിക്കണമെന്നില്ല. ഡിസ്മെനോറിയയുടെ കാരണങ്ങളെക്കുറിച്ചും മറ്റ് അസുഖങ്ങളെ കുറിച്ചൊക്കെ വിശദമായ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് കണ്ടുവരുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് ഡിസ്പെർണിയ, അതായത് നിങ്ങൾ സെക്ഷുവൽ കോണ്ടാക്റ്റിൻ്റെ സമയത്ത്, ബന്ധപ്പെടുന്ന സമയത്ത് വേദന ഉണ്ടാവുക. ഇത് നോർമലായിട്ട് കാണുന്ന ഒരു കണ്ടീഷനല്ല. അത്തരത്തിൽ വേദനയും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല, ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബന്ധപ്പെടുന്ന സമയത്ത് വേദനകളും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഒരു ഫ്രീക്വൻസി കുറയും. അത് കാരണം മാത്രമാണെങ്കിലും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ വേദന എങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞു, എൻഡോമെട്രിയൽ ടിഷ്യൂസ് വളരുന്നതിനനുസരിച്ച് രക്തം ക്ലോട്ടായി അഡഷൻസ് ഒട്ടിപ്പിടിക്കുന്ന ഒരു ഇത് വരുന്നു. അപ്പം നമ്മുടെ യൂട്രസിൻ്റെയും സെർവിക്സിൻ്റെയും ഒക്കെ ചെറിയ രീതിക്ക് അതിനൊരു മൊബിലിറ്റി, അതായത് ഒരു മൂവ്മെൻറ്റ്സ് ഉണ്ടാവും, ചലനശേഷി, അത് ഫിക്സഡ് ആവുകയും ആ സമയത്ത് വേദന ഉണ്ടാവാനും സാധ്യതയുണ്ട്. അടുത്ത ലക്ഷണം എന്ന് വേണമെങ്കിലോ അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻ വേണമെന്ന് പറയാം, ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത. നമ്മൾ സ്ത്രീ കാരണങ്ങൾ കൊണ്ട് ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള കപ്പിൾസിനെ നോക്കുമ്പം അതിലൊരു 20% ഓഫ് സ്ത്രീകളിലും എൻഡോമെട്രിയോസിസ് ഒരു കാരണമായി വരുന്നതായിട്ട് കാണാറുണ്ട്. എൻഡോമെട്രിയോസിസ് ഉണ്ടാകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അണ്ടവാഹിനി കോയിലുകളുടെ ഒരു മൂവ്മെൻറ്റിനുള്ള പ്രശ്നങ്ങൾ വരുന്നു. കറക്റ്റായിട്ട് അണ്ടാശയത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓവത്തിനെ പിക്ക് ചെയ്തെടുക്കുന്നതിലോ അത് ക്യാരി ചെയ്യുന്നതിലോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ഇറഗുലർ പീരീഡ്സ് ഓർ ഹെവി ബ്ലീഡിങ്. ചിലരിൽ ഹെവി ബ്ലീഡിങ് കാണും, എന്നാൽ അത് എല്ലാ പേഷ്യൻസിലും ഉണ്ടാവണം നിർബന്ധമല്ല. ചിലർക്ക് PCOD-യിലൊക്കെ കാണുന്ന പോലെ ഇറഗുലർ ആയിട്ട് പീരീഡ്സും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിലുണ്ടെങ്കിൽ PCOD മാത്രമാണ് എന്ന് സസ്പെക്ട് ചെയ്യരുത്. അതുപോലെ തന്നെ പോളിമെൻറേജ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് പെട്ടെന്ന് പീരീഡ്സ് ആവുന്ന കണ്ടീഷനും എൻഡോമെട്രിയോസിസ് പേഷ്യൻസിൽ കാണാം. ഇത് കൂടാതെ മറ്റ് ലക്ഷണങ്ങൾ ഉണ്ടാവുക എന്ന് വെച്ചാൽ എവിടെയാണ് ഈ എൻഡോമെട്രിയൽ ടിഷ്യൂ ഉണ്ടായിരിക്കുന്നത് എന്നതിനനുസരിച്ചാണ്. മെയിൻലി എൻഡോമെട്രിയോസിസ് എവിടെയൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഓവറിൽ, അണ്ടാശയത്തിൽ ഉണ്ടാവും, അണ്ടവാഹിനി കുഴലുകളിലുണ്ടാവും, നമ്മുടെ ഗർഭപാത്രത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ലിഗമെന്റ്സ്, യൂട്രോസാക്രൽ ലിഗമെന്റ്, ബ്രോഡ് ലിഗമെന്റ് പോലുള്ള ലിഗമെന്റുകളിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മുടെ അടിവയറിന്റെ ഭാഗത്തായിട്ടുള്ള ഒരു ഏരിയയാണ് കൽഡേ സാക്ക്, അവിടെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ യൂട്രസിന്റെ സമീപത്തായിട്ട് നിൽക്കുന്ന മലാശയത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ മൂത്രാശയത്തിന്റെ ഭാഗങ്ങളിലും ചില ആൾക്കാരിൽ മൂത്രാശയത്തിന്റെ ഉള്ളിലും എൻഡോമെട്രിയൽ ടിഷ്യൂസ് വളരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വൻകുടലിന്റെ ഭാഗങ്ങളിലോ വളരെ റെയറായിട്ട് ബ്രെയിനിലും ലങ്സിന്റെ പ്ലൂറയിലും വരെ എൻഡോമെട്രിയൽ ടിഷ്യൂസ് വളരുന്നതായിട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ എവിടെയാണ് നമുക്ക് എൻഡോമെട്രിയൽ ടിഷ്യൂ വളരുന്നതനുസരിച്ച് ലക്ഷണങ്ങളും മാറും. ചിലർക്ക് ഈ മലാശയ സംബന്ധമൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ, വയറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചിലരിൽ വയറ്റിന്ന് പെട്ടെന്ന് പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്, മൂത്രം ഒഴിക്കുന്ന സമയത്ത് വേദന ഉണ്ടാവാറുന്നത്, അതൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന കണ്ടീഷൻസ് അല്ലെങ്കിലും ചില പേഷ്യൻസിൽ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് മെൻസസിൻ്റെ സമയത്ത് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവുന്ന പോലെ യൂറിൻ പാസ് ചെയ്യുമ്പോഴും ചെറിയ രീതിക്ക് ബ്ലീഡിങ് ഉണ്ടാവുന്നതൊക്കെ എൻഡോമെട്രിയോസിസ് പേഷ്യൻറ്റിൽ കാണാറുണ്ട്. ഇനി എൻഡോമെട്രിയോസിസ് കണ്ടീഷനിൽ വേദന കണ്ട് നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഡോക്ടർ ചെയ്യുക, നിങ്ങളെ എക്സാമിൻ ചെയ്യും, നിങ്ങളെ കേസ് ടേക്കിംഗ് എടുക്കും. എക്സാമിനേഷനിൽ മെയിൻലി ചിലരിൽ ഇപ്പോൾ സ്കാറോഎൻഡോമെട്രിയോസിസ് കേസൊക്കെ ആണെങ്കിൽ നമുക്ക് പേഷ്യൻറ്റിനെ എക്സാമിൻ ചെറിയ സമയത്ത് ചെറിയൊരു സിസ്റ്റിക് സ്വെല്ലിംഗ് കാണാൻ പറ്റും.
അത് ചെറിയ രീതിക്ക് പെയിൻഫുൾ ആയിരിക്കും നമ്മൾ അമർത്തി കഴിഞ്ഞാൽ, മൂവ് ചെയ്യൊന്നുമില്ല, ഫിക്സഡ് ആയിട്ടുള്ള സ്വെല്ലിംഗ് ആയിരിക്കാം അധികമായിട്ടും കാണുന്നത്. അതല്ലാതെ ഫർദർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുക USG അബ്ഡോമൻ ആൻഡ് പെൽവിസ് ആണ്, നോർമൽ സ്കാനിങ്. അതിൽ പലപ്പോഴും എൻഡോമെട്രോസിസ് കാണാറുണ്ട്. ഇനി ചില കേസുകളിൽ ആവശ്യമാവുന്ന രീതിക്ക് നമ്മൾ MRI CT ഒക്കെ ചെയ്യും. എന്നാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ലൊക്കേഷനും എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത് ലാപ്രോസ്കോപ്പിക് എക്സാമിനേഷൻ ആണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് മാത്രമല്ല, ചിലർ ട്രീറ്റ്മെന്റ് പർപ്പസിനും അപ്പം തന്നെ സർജിക്കൽ റിമൂവലൊക്കെ ആവശ്യമായി വരുന്ന കേസസിൽ ലാപ്രോസ്കോപ്പിക് സർജറീസും ഇതിന് ചെയ്യാറുണ്ട്. പിന്നെ എൻഡോമെട്രോസിസ് കേസിന്റെ മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ചില പേഷ്യൻസിൽ ഏസിംറ്റമാറ്റിക് ആയിരിക്കും, അതായത് പ്രത്യേകിച്ച് ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വന്ധ്യതയ്ക്കുള്ള ട്രീറ്റ്മെന്റിന് വരുമ്പോഴോ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോഴായിരിക്കും എൻഡോമെട്രോസിസ് ഉണ്ട് എന്ന് തിരിച്ചറിയാം. എന്നാൽ മറ്റൊരു ഭാഗത്ത് വളരെ അസഹനീയമായ വേദന, അതായത് നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മെൻസ്ട്രൽ പെയിന് ഉണ്ടായിക്കൊണ്ടൊക്കെ വരുന്നുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ സിംറ്റമാറ്റിക് ആയിട്ടുള്ള പേഷ്യൻറ്റും ട്രീറ്റ്മെന്റ് എടുക്കണം. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം എൻഡോമെട്രിയോസിസ് പേഷ്യന്റിനെ മാനേജ്മെന്റ് ചെയ്യുമ്പം അവരുടെ എയിം എന്താണെന്ന് വെച്ചാൽ ഈ ലീഷൻസ് ഒഴിവാക്കണം, അതിന്റെ റീഅക്കറൻസ് ഇത് വീണ്ടും വരുന്നതിന് പ്രിവെന്റ് ചെയ്യണം. കാരണം ഈവൻ സർജറി, അതായത് നിങ്ങൾ സർജറി ചെയ്ത് എൻഡോമെട്രിയോസിസ് ടിഷ്യൂ നീക്കം ചെയ്താൽ പോലും ഓൾമോസ്റ്റ് 100% റീഅക്കറൻസ് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് എൻഡോമെട്രിയോസിസ്. ഇത് വീണ്ടും വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പലപ്പോഴും സർജറീസ് ഒക്കെ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക വന്ധ്യത കേസുകളിൽ കുറച്ച് ഏജ് ഒക്കെ കൂടിയ ആൾക്കാരാണെങ്കിൽ ഇനി മെഡിസിനൽ മാനേജ്മെന്റ് നോക്കണ്ട, പെട്ടെന്ന് സർജറി ചെയ്യാം എന്ന് പറയുമ്പോൾ പോലും സർജറി കഴിഞ്ഞ് ആദ്യത്തെ 6 മാസങ്ങളിൽ തന്നെ കൺസീവ് ആവാൻ ട്രൈ ചെയ്യണമെന്ന് പറയും. കാരണം ഒരു 6 മാസമൊക്കെ കഴിഞ്ഞാൽ ഇത് വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എൻഡോമെട്രിയോസിസ് കേസുകളിൽ പെയിൻ മാനേജ്മെന്റിനും വളരെ പങ്കുണ്ട്. കാരണം നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് പോലും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുള്ള പേഷ്യൻ്റ് ആയിരിക്കും. പിന്നെ പലരും ചോദിക്കുന്ന കാര്യമാണ് എൻഡോമെട്രിയോസിസ് പേഷ്യൻറ്റിന് ചെയ്യേണ്ട ഡയറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന്. പ്രത്യേകിച്ച് എൻഡോമെട്രിയോസിസ് പേഷ്യൻറ്റിന് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർ ഡയറ്റ് പ്ലാൻ എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിലും എൻഡോമെട്രിയോസിസ് പറയുന്നത് ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ പോലെ തന്നെയാണ്. അതായത് നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഡയറ്റുകളാണ് നമ്മൾ പേഷ്യൻസിനോട് ഫോളോ ചെയ്യാൻ പറയുന്നത്. അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായി എടുക്കും. അത് ധാരാളം അടങ്ങിയിട്ടുള്ളത് ചെറിയ മത്സ്യങ്ങളിലും കടൽ വിഭവങ്ങളിലും അതുപോലെ ഫ്ലാക്സ് സീഡ്സ്, നട്ട്സ്, ചിയ സീഡ്സ് പോലുള്ള ഫുഡ് പ്രോഡക്ട്സിലൊക്കെ omega-3 ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന എൻഡോമെട്രിയോസിസ് മാത്രമല്ല മറ്റ് നീർക്കെട്ടുകൾ കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറയുന്ന ഒരു സാധനം റെഡ് മീറ്റ് ആണ്. അത് ഇത്തരത്തിലുള്ള ഇൻഫ്ലമേഷന് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കൂട്ടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ റെഡ് മീറ്റ് കംപ്ലീറ്റ് ആയിട്ട് പേഷ്യൻസിനോട് അവോയ്ഡ് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ ട്രാൻസ് ഫാറ്റ് അടങ്ങിയ, അതായത് ബേക്കറി ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, അല്ലെങ്കിൽ ഈവൻ വീട്ടിലാണെങ്കിൽ പോലും ഉപയോഗിച്ച എണ്ണയിൽ തന്നെ വീണ്ടും വീണ്ടും ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ കാരണം ട്രാൻസ് ഫാറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരം ഫുഡുകൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറയും. പിന്നെ ആൽക്കഹോളിൻ്റെയും കഫീൻ്റെയും ഒക്കെ ഉപയോഗം കുറയ്ക്കാൻ പറയും. പിന്നെ നിങ്ങളുടെ ഡയറ്റിൽ ധാരാളമായിട്ട് ഇലക്കറികളും പച്ചക്കറികളും ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യുക. കാരണം ഇവയിലൊക്കെ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതുപോലുള്ള ക്രോണിക് ഇൻഫ്ലമേഷൻ കണ്ടീഷനിൽ നിങ്ങൾ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് ഗോതമ്പ്, മൈദ, ബ്രെഡ്, ബിസ്ക്കറ്റ്, ബണ്ണ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു റിക്കവറിക്ക് ഹെൽപ്പ് ചെയ്യും. അടുത്ത കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. തീർച്ചയായും എക്സസൈസ് എൻഡോമെട്രിയോസിസ് കേസുകളിൽ പെയിൻ മാനേജ്മെന്റിനാണെങ്കിലും പേഷ്യന്റിന്റെ ഒരു ടോട്ടൽ വെൽബീയിങ്ങിനാണെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. എക്സസൈസ് ഏത് ചെയ്യണം എന്നുള്ളത് പേഷ്യന്റിന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ പീരിയഡ്സിന്റെ സമയത്ത് എക്സസൈസ് ചെയ്യാവോ ഡോക്ടറെ എന്ന് ചോദിക്കാറുണ്ട്. പീരിയഡ്സിന്റെ സമയത്ത് ഹെവി ആയിട്ടുള്ള എക്സസൈസുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും മെഡിറ്റേഷൻസോ യോഗാസോ അല്ലെങ്കിൽ ചെറിയ രീതിക്കുള്ള വാക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പീരിയഡ്സിന്റെ സമയത്തും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ A, E, C പോലുള്ള സപ്ലിമെന്റ്സും കുർക്കുമിൻ, അതായത് നമ്മുടെ മഞ്ഞൾ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ എന്ന് പറഞ്ഞ ഘടകത്തിനും ഇത്തരത്തിൽ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനുള്ള കഴിവുകളുണ്ട്. ഇനി ഹോമിയോപ്പതി സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ മറ്റേത് അസുഖങ്ങളെ പോലെ തന്നെ നമ്മൾ പേഷ്യന്റിനെ ആസ് എ ഹോൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആൾക്ക് പെയിൻ മാനേജ്മെന്റ് എന്തായാലും ഈ സിംറ്റമാറ്റിക് റിലീഫ്, അയാൾക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണോ ഉള്ളത് അതിനെ കൺസിഡർ ചെയ്തുകൊണ്ടും അവരുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ് എയിം ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പല കേസുകളിലും നമുക്ക് എൻഡോമെട്രിയോട്ടിക് ലീഷൻസ്, അതായത് എൻഡോമെട്രിയോസിസ് ഉണ്ട്, അതിൻ്റെ സൈസ് പെട്ടെന്ന് കുറയ്ക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും ഈവൻ എൻഡോമെട്രിയോസിസ് ഉള്ള പേഷ്യൻസിൽ പോലും നമുക്ക്
ഫെർട്ടിലിറ്റി സാധ്യമാക്കാൻ, അതായത് ഗർഭധാരണം സാധ്യമാക്കാനും അത് കണ്ടിന്യൂ ചെയ്തു പോകാനും നമുക്ക് പറ്റാറുണ്ട്. അതിന് സാധ്യമാക്കുന്ന ഒരുപാട് മെഡിസിൻസ് ഹോമിയോപ്പതിയിലുണ്ട്. അപ്പം എൻഡോമെട്രിയോസിസിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഡൗട്ടുകൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതുമാണ്. ഇതുപോലെ ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.